അന്തരംഗത്തിൽ ലയാനുഭൂതിയുടെ വികാരപരത സൃഷ്ടിക്കുന്ന സ്വർഗീയ ശബ്ദ സൗകുമാര്യത്തിൻ്റെ മുതൽ പിടിക്കാരൻ KPSC രവി സംഗീത സബരിയുടെ 65 ആണ്ട് പിന്നിടുന്നു. പതിവുകൾ പിഴയ്ക്കാതെയും മുടക്കാതെയും ആദിസ്വരൂപിണിയായ ചെറുവള്ളിൽ ഭഗവതിയുടെ തിരുസന്നിധിയിൽ അഞ്ജലീബദ്ധനായി വിനയാന്വിതനായി നാദോപാസനയും സരസ്വത്യുപാസനയും ആത്മസമർപ്പണത്തിൻ്റെ അഭേദഭാവം. മുണ്ടിയാനിക്കൽ വീട്ടിൽ പ്രാതസന്ധ്യയുടെ വെള്ളി വെളിച്ചത്തിൽ പ്ലാറ്റിനം ജൂബിലിയോടടുക്കുന്ന ജീവിതയാത്ര. 74-ാം വയസ്സിലും ഈശ്വരൻ നൽകിയ ശാരീരവൈഭവം, നാദവൈഭവം. സംഗീതജ്ഞനും പണ്ഡിതനുമായിരുന്ന മുണ്ടിയാനിക്കൽ ഗോപാലൻ നായരുടെയും ഗൗരിയമ്മയുടെയും മകനായി 1941 ഒക്ടോബർ 23 ജനനം. എല്ലാ കാര്യങ്ങൾക്കും സർവാത്മനാ പിന്തുണയേകി കൂടെ നിൽക്കുന്ന സഹധർമ്മിണി ശ്രീമതി വിജയമ്മ. മക്കൾ രഞ്ജിനി, രജിത, രവിശങ്കർ. സ്നേഹാദരങ്ങൾ കൊണ്ട് സ്വന്തം പിതാവിനോടെന്ന പോലെ അകവഴിഞ്ഞ് സഹകരിക്കുന്ന ജാമാതാക്കൾ ബിജുവും ഗിരീഷും. 1950 ജ്യേഷ്ഠ സഹോദരൻ ചന്ദ്രശേഖരൻ നായർക്കൊപ്പം സംഗീതാഭ്യസനം ഔപചാരികമായി തുടങ്ങി. കേരള കലകളുടെ കൂത്തമ്പലമായ കലാമണ്ഡലത്തിലെ ആദ്യ മൃദംഗാധ്യാപകൻ കലാമണ്ഡലം വാസുദേവൻ നായർ പ്രഥമ ഗുരു. ജ്യേഷ്ഠൻ ചന്ദ്രശേഖരൻ നായർക്കൊപ്പം 1951 ചിറക്കടവ് ശ്രീമഹാദേവ ക്ഷേത്ര സന്നിധിയിൽ ആദ്യ സംഗീത കച്ചേരി. 1960 തിരുവനന്തപുരത്ത് സ്വാതി തിരുനാൾ സംഗീത അക്കാദമിയിൽ ഗാനഭൂഷണം കോഴ്സിന് ചേരുന്നു. ഫസ്റ്റ് ക്ലാസ്സിൽ ഉയർന്ന മാർക്കോടെ പാസ്സായി. തുടർന്ന് ഗാനപ്രവീണ കോഴ്സിനും. സംഗീത ലോകത്തെ പരമാചാര്യന്മാരായിരുന്ന മാങ്കുടി ശ്രീനിവാസയ്യരും GN ബാലസുബ്രഹ്മണ്യവുമായിരുന്നു ഇക്കാലത്തെ പ്രിൻസിപ്പലന്മാർ. യേശുദാസ്, രവീന്ദ്രൻ, MG രാധാകൃഷ്ണൻ, നെയ്യാറ്റിൻകര വാസുദേവൻ തുടങ്ങി പിൽക്കാലത്ത് പ്രസിദ്ധരായി തീർന്ന സംഗീതജ്ഞർ സഹപാഠികളും. 1965 KPSCയിലെത്തുന്നു. തോപ്പിൽ ഭാസി, കാമ്പിശ്ശേരി കരുണാകരൻ തുടങ്ങിയ നാടകാചാര്യന്മാരുടെ നാടകങ്ങളിൽ KP ഉമ്മർ, തിലകൻ, N ഗോവിന്ദൻകുട്ടി, KPSC ലളിത, ശ്രീലത നമ്പൂതിരി തുടങ്ങിയ പ്രതിഭകൾക്കൊപ്പം പ്രവർത്തിക്കുവാനുള്ള അസുലഭ ഭാഗ്യം ദക്ഷിണാമൂർത്തി സ്വാമിയുടെയും ബാബുരാജിൻ്റെയും രാഘവൻ മാഷിൻ്റെയും പാട്ടുകൾ ആലപിക്കാൻ അവസരം കിട്ടിയത് വലിയ സുഹൃതമായി കണക്കാക്കാം. ചലച്ചിത്ര ഗാനരംഗത്ത് RK ശേഖരനെ പോലുള്ള സംഗീത സംവിധായകർക്കൊപ്പം പ്രവർത്തിക്കുവാനും ഗാനങ്ങൾ അവതരിപ്പിക്കാനുമുള്ള അസുലഭ ഭാഗ്യവും ഈ ഗായകനെ തേടിയെത്തി. 1970 സംഗീതാധ്യാപകനായി സർക്കാർ സർവീസിൽ നിയമനം ലഭിച്ചു. ആർപ്പൂക്കര ഗവൺമെൻറ് ഹൈസ്കൂളിലായിരുന്നു ആദ്യ നിയമനം. പിന്നീട് കരിപ്പൂത്തൊട്ട് ഗവൺമെൻറ് ഹൈസ്കൂളിലും വിഴിക്കത്തോട് ഗവൺമെൻറ് ഹൈസ്കൂളിലും സേവനമനുഷ്ഠിച്ചു. 1997
സർവീസിൽ നിന്നും വിരമിച്ചു. ഈ കാലഘട്ടത്തിൽ തന്നെ കോട്ടയം ജില്ലയിൽ പൊൻകുന്നത്ത് സ്വാതി തിരുനാൾ സംഗീത വിദ്യാലയം എന്ന സ്ഥാപനം തുടങ്ങുകയുണ്ടായി. ആയിരക്കണക്കിന് ശിഷ്യരെ സംഗീതത്തിൻ്റെ മാസ്മരികതയിലേക്ക് ഉയർത്തിവിടാൻ രവിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അവരിൽ പലരും പ്രഗത്ഭരും പ്രസിദ്ധരുമായി സംഗീതരംഗത്ത് ശോഭിക്കുന്നു. കലാരംഗത്തെ തൻ്റെ പ്രവർത്തനങ്ങളുടെ അംഗീകാരമായി കേരള സംഗീത നാടക അക്കാദമി അവാർഡ്, സ്വരലയ സംഗീത അവാർഡ്, കേരള പബ്ലിക് റിലേഷൻസിൻ്റെ അവാർഡ് തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ ഈ കലാകാരനെ തേടിയെത്തി. ഇക്കാലമത്രയും സംഗീത വിഹായസിൽ തൻ്റെ സ്വരസാന്നിധ്യം അറിയിച്ച ഈ മഹാനായ കലാകാരന് എല്ലാ ഐശ്വര്യവും ശാരീരാരോഗ്യവും ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. പ്രിയമുള്ളവരെ, MG രവീന്ദ്രൻ നായർ എന്ന പൊൻകുന്നം രവി, അദ്ദേഹത്തെ KPSC രവി എന്നും അറിയപ്പെട്ടിരുന്നു. രവീന്ദ്രൻ നായർ എങ്ങനെ KPSC രവിയായി? അതറിയണമെങ്കിൽ കേരളത്തിലെ നാടക പ്രസ്ഥാനത്തിൻ്റെ ഒരു വസന്തകാലത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലേണ്ടിയിരിക്കുന്നു. 1961-62 കാലയളവിൽ KPSCയുടെ വിഖ്യാത ഗായകനും നടനുമായ KS ജോർജ് KPSCയിൽ നിന്നും വിരമിച്ചു. അദ്ദേഹം സ്വന്തമായിട്ട് ചില കലാപ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെട്ടു. ആ ഒരു വേളയിൽ KPSCക്ക് പാടാനും അഭിനയിക്കാനും കഴിവുള്ള ഒരു കലാകാരനെ ആവശ്യമായി വന്നു. KPSCയുടെ സാരഥികളായ തോപ്പിൽ ഭാസിയുടെയും അതുപോലെ തന്നെ കേശവൻ പോറ്റിയുടെയും അന്വേഷണത്തിൽ തിരുവനന്തപുരം സ്വാതി തിരുനാൾ അക്കാദമിയിലെ അന്നത്തെ അവസാന വർഷ വിദ്യാർത്ഥിയായ രവീന്ദ്രൻ നായരിലാണ് ആ അന്വേഷണം ചെന്നെത്തുന്നത്. അവർ ചെന്ന് അദ്ദേഹത്തെ കണ്ടു, പാടിച്ചു നോക്കി. നല്ല ശബ്ദം, നല്ല ഉയരം, കാണാൻ സുമുഖൻ. രവീന്ദ്രൻ നായരെ KPSCയിലേക്ക് ക്ഷണിച്ചു. യുദ്ധകാന്ഡം, തുലാഭാരം, കൂട്ടുകുടുംബം, മാനസപുത്രി എന്നീ നാടകങ്ങളിലൂടെ രവീന്ദ്രൻ നായർ KPSC രവിയായി മാറി. കേരളത്തിലുള്ള കലാസ്നേഹികളെല്ലാവരും തന്നെ രവീന്ദ്രൻ നായരെ KPSC രവിയെ ഹൃദയം കൊണ്ട് സ്വീകരിച്ചു. ഈ ഒരു വേളയിൽ അദ്ദേഹം സിനിമയിലും പാടുന്നുണ്ട്. പക്ഷേ ജീവിതത്തിൻ്റെ സുരക്ഷിതത്വം തേടിയിട്ട് അദ്ദേഹം ഒരു സംഗീത അധ്യാപകനായി മാറി. ധാരാളം ശിഷ്യഗണങ്ങളുണ്ടായി. പിന്നീട് സർവീസിൽ നിന്നും വിരമിച്ച ശേഷം തൻ്റെ സ്വന്തം ദേശമായ പൊൻകുന്നത്ത് അദ്ദേഹം സ്വാതി തിരുനാൾ സംഗീത വിദ്യാലയം എന്നൊരു സംഗീത പഠന കേന്ദ്രം ആരംഭിക്കുകയുണ്ടായി. ആ വിദ്യാലയത്തിൻ്റെ 25 വർഷങ്ങൾ പൂർത്തിയാകുന്ന ശുഭവേളയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഈ ഒരു ആഘോഷത്തിന് പൂർണ്ണ രവിചന്ദ്രിക എന്നാണ് പേരിട്ടിരിക്കുന്നത്. അപ്പോൾ സൂര്യൻ്റെ തേജസ്സും ചന്ദ്രികയുടെ ലാവണ്യം ഒത്തുചേരുന്ന പൂർണ്ണ രവിചന്ദ്രിക. രവി സാറിന് ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുന്നു, ആയുരാരോഗ്യ സൗഖ്യങ്ങൾ നേരുന്നു. പൂർണ്ണ രവിചന്ദ്രിക എല്ലാവരുടെയും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരാഘോഷമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. നമസ്കാരം. 1960 മുതൽ 67 വരെ ഉള്ള കാലഘട്ടത്തിൽ തിരുവനന്തപുരം ശ്രീ സ്വാതി തിരുനാൾ സംഗീത അക്കാദമി അല്ലെങ്കിൽ കോളേജ്, അവിടുത്തെ വിദ്യാർത്ഥിയായി ഗാനഭൂഷണം, വിദ്വാൻ, പ്രവീണ എന്നീ കോഴ്സുകളെല്ലാം പാസ്സായി. എൻ്റെ ഒരു പ്രിയ ശിഷ്യനും കൂടി ആയിരുന്ന ശ്രീ പൊൻകുന്നം രവി അവർക്കും അദ്ദേഹം ആരംഭിച്ച് നടത്തി വരുന്ന 25 വർഷം തികയുന്ന ഈ സിൽവർ ജൂബിലി ആഘോഷിക്കുന്ന ഈ സമയത്ത് അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ ശിഷ്യർക്കും അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്കും ആ കലാശാലയ്ക്കും എല്ലാം എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. നമസ്കാരം. എൻ്റെ വിദ്യാഭ്യാസ സമയത്ത്, അതായത് പ്രത്യേകിച്ച് തിരുവനന്തപുരം ജീവിതത്തിൽ സ്വാതി തിരുനാൾ അക്കാദമിയിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സഹോദരന് തുല്യമായിട്ട് ഞങ്ങൾ തമ്മിൽ വളരെ സ്നേഹിച്ച്
കൂടെ താമസിച്ച് ജീവിച്ച ഒരു വ്യക്തിയാണ് രവി, പൊൻകുന്നം രവി എന്നാണ്. അപ്പോൾ രവി എന്ന് പറയുമ്പോൾ തെറ്റിദ്ധാരണകൾ പലർക്കും വന്നേക്കാം. എന്നാലും ഇത് പൊൻകുന്നം രവി. ആ പൊൻകുന്നം രവി എന്നുള്ളത് പൊന്നിൻ്റെ മനസ്സ് തന്നെയായിരുന്നു അന്നും ഇന്നും. അദ്ദേഹത്തിൻ്റെ സംഗീത ഇതിൻ്റെ യാത്രയിൽ 65ാമത്തെ വർഷം സെപ്റ്റംബർ 6-ാം തീയതി അല്ലേ, സെപ്റ്റംബർ 6-ാം തീയതി അത് നടത്തുകയാണ്. ഈശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ, ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞിട്ടുണ്ട്, ഈശ്വരാനുഗ്രഹത്തെ കവച്ചു വെച്ച് ഞാനൊന്നും പറയാറില്ല. അതുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഇവിടെ ഇന്ത്യയിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പങ്കുചേരും എന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും അതിനോട് ബന്ധപ്പെട്ട എല്ലാവർക്കും, പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു സംഗീത വിദ്യാലയത്തിൻ്റെ ഒരു ഇതുകൂടെ ഫംഗ്ഷനും കൂടി ചേർന്നാണ് അന്ന് നടത്തുന്നത്. അതിനും എല്ലാ ഭാവുകങ്ങളും നേരുന്നു. പിന്നെ ഞങ്ങൾ താമസിച്ചതിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞു. അന്ന് കൂടെ താമസിച്ച് കൂടെ നടക്കുകയും സൈക്കിളിൻ്റെ പുറകിലൊക്കെ ഞാനും കയറിയിരുന്ന് ഞാനും ചവിട്ടിയിട്ടുണ്ട്, അദ്ദേഹവും ചവിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു രീതിയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ. ഇന്നിപ്പോൾ ഞാനും അദ്ദേഹം കൂടി റോട്ടിൽ കൂടി ഒന്ന് ചവിട്ടി നോക്കാമെന്ന് വെച്ചാൽ ആളുകൾ സമ്മതിക്കത്തില്ല അവർ. അപ്പോൾ അതുകൊണ്ട് അതിന് ഞങ്ങൾ ശ്രമിക്കുന്നില്ല. ഞങ്ങളുടെ മനസ്സിലിത് ഓർത്തുകൊണ്ട് അന്ന് ചവിട്ടിയതും അന്ന് യാത്ര ചെയ്തതും ഒക്കെ സ്മരിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ആയുരാരോഗ്യ സൗഖ്യം ജഗദീശ്വരൻ നൽകട്ടെ, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് നല്ല ഐശ്വര്യം സന്തോഷവും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുന്നു. പൊൻകുന്നം രവി, ഇത് ഞങ്ങളുടെ കുടുംബത്തിന് ഒരിക്കലും മറക്കുവാൻ സാധിക്കാത്ത ഒരു പേര് തന്നെയാണ്. എൻ്റെ ജ്യേഷ്ഠൻ്റെ ഉറ്റ സുഹൃത്ത് ചേട്ടൻ എപ്പോഴും പറയുമായിരുന്നു, നമ്മുടെ അമ്മ പ്രസവിക്കാതെ പോയ മകനാണ് പൊൻകുന്നം രവി എന്ന്. അതുപോലെ തന്നെ അന്നും ഇന്നും ഒരു സഹോദര സ്ഥാനീയൻ തന്നെയാണ് രവി. അതുപോലെ ഞങ്ങളുടെ വീട്ടിലെ സന്തത സഹചാരിയായിരുന്നു എന്ന് തന്നെ പറയാം. ആ ബന്ധം ഒരിക്കലും എനിക്കോ എൻ്റെ കുടുംബത്തിനോ മറക്കുവാൻ സാധിക്കില്ല. കാരണം ഒരു രാധാകൃഷ്ണൻ ചേട്ടനെ പോലെയോ ശ്രീകുട്ടനെ പോലെയോ എൻ്റെ മറ്റൊരു സഹോദരൻ. ഇതാണ് കുടുംബപരമായിട്ടുള്ള ബന്ധം. രവി ഗാനപ്രവീണ പഠനത്തിന് ശേഷം സ്കൂളിൽ അധ്യാപകനായിട്ട് ജോലി നോക്കി വന്നു. അന്ന് മുതൽ ഇന്ന് വരെയും രവിക്ക് അനേകം ശിഷ്യരാണുള്ളത്. സമ്പത്തിലേക്കും ഏത് സമ്പത്താണ് ഏറ്റവും വലുത് എന്നാരെങ്കിലും ചോദിച്ചാൽ എൻ്റെ അഭിപ്രായം ശിഷ്യസമ്പത്താണ്. പൊൻകുന്നത്ത് സ്വാതി തിരുനാൾ സംഗീത വിദ്യാലയം എന്നൊരു വിദ്യാലയം, അത് വളരെ കേൾവി കേട്ടൊരു വിദ്യാലയമാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. കാരണം സ്റ്റുഡൻസിൻ്റെ സ്ട്രെങ്ത്, വളരെയധികം കുട്ടികൾ അവിടെ പഠിച്ചിട്ടുണ്ട്. ആ കുട്ടികൾ തന്നെ ഐഡിയ സ്റ്റാർ സിംഗറിലും അതുപോലെ സംസ്ഥാന യുവജനോത്സവത്തിലും ഒക്കെ പ്രൈസ് നേടിയിട്ടുള്ള കുട്ടികളാണ്. ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്, ഒരു സംഗീത വിദ്യാലയം എന്ന് പറയുന്നത് എല്ലാവരും വിചാരിക്കുന്നത് പോലെ എളുപ്പമല്ല നടത്തിക്കൊണ്ടുപോകാൻ. അതിൻ്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത് അതിൻ്റെ അധ്യാപകൻ്റെ കഴിവ് തന്നെയാണ് തീർച്ചയായിട്ടും. അപ്പോൾ രവിക്ക് ആ ഒരു കഴിവ് നന്നായിട്ടുണ്ട്. മാവേലിക്കര പി സുബ്രഹ്മണ്യം, പൊൻകുന്നം രാമചന്ദ്രൻ, തൃപ്പൂണിത്തറ അക്കാഡമിയിൽ ജോലി നിർവഹിച്ചു വരുന്ന മധുസൂദനൻ തുടങ്ങിയവരെല്ലാം വളരെ പേരെടുത്ത സംഗീതജ്ഞരാണ്. അവരെല്ലാം തന്നെ രവിയുടെ ശിഷ്യരുമാണ്. അപ്പം ശിഷ്യസമ്പത്ത് വളരെയേറെ ഉള്ള രവിയുടെ ഈ സ്ഥാപനത്തിൻ്റെ 25 വർഷം തികയുകയാണ്. ഈ 25 വർഷം വളരെ കഷ്ടതയിലൂടെ ആയിരിക്കാം ചിലപ്പം നീങ്ങിയിരിക്കുക. ഈ സ്ഥാപനത്തിന് എൻ്റെ ആത്മാർത്ഥമായിട്ടുള്ള അഭിനന്ദനങ്ങൾ. ഈ സ്ഥാപനം അങ്ങേയറ്റം വിജയിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എൻ്റെ സർവ്വവിധ ആശംസകളും സന്തോഷവും ഞാൻ അറിയിച്ചുകൊള്ളട്ടെ. സംഗീതത്തിൻ്റെ വളരെ വർഷങ്ങളായിട്ട് ഉപാസിക്കുന്ന അങ്ങേക്ക് യേശുദാസിനെ പോലെ ഉള്ള മഹാനായിട്ടുള്ള പാട്ടുകാരനൊക്കെ ആയിട്ട് ഒന്നിച്ച് പഠിക്കാൻ കഴിഞ്ഞു. ആ ചെറുപ്പം പോലുള്ള ബന്ധം പുലർത്തുന്ന അങ്ങേക്ക് ആയുരാരോഗ്യം നേരുന്നു. ഇനിയും ഒരുപാട് വർഷങ്ങളോളം സംഗീത സഭയെ തുടരാൻ വേണ്ടി അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. നമസ്കാരം. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ 2 വാക്ക് സംസാരിക്കുന്നത്. കാരണം ആത്മബന്ധത്തിൻ്റെ ഒരു വാതിൽ
ആർക്കും അറിഞ്ഞൂടാത്ത ഒരു വാതിൽ ഞാൻ തുറക്കുകയാണ്. ശ്രീ പൊൻകുന്നം രവിചേട്ടൻ. ഞാൻ രവിചേട്ടൻ എന്നാണ് വിളിക്കുന്നത്. ഞാനൊരു പക്ഷേ രവിചേട്ടനെ കാണുന്നത് എൻ്റെ 3 വയസ്സിലാണ്. ഞാൻ നേഴ്സറി പോകുമ്പോൾ, മോഡൽ സ്കൂളിലെ നേഴ്സറി പോകുമ്പോൾ എൻ്റെ അമ്മ സംഗീത അധ്യാപികയായിരുന്നു. കമലാക്ഷി അമ്മ, അച്ഛൻ മലബാർ ഗോപാലൻ നായർ, എൻ്റെ ചേട്ടൻ MG രാധാകൃഷ്ണൻ. അപ്പോൾ എന്തുകൊണ്ടും പറയാതെ തന്നെ അറിയാം, പൊൻകുന്നം രവിചേട്ടൻ എൻ്റെ ചേട്ടൻ MG രാധാകൃഷ്ണൻ ചേട്ടൻ്റെ വളരെ വളരെ അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളാണ്. കാരണം ഞാൻ കാണുമ്പോഴൊക്കെ രവിചേട്ടനും എൻ്റെ ചേട്ടനും എൻ്റെ വീട്ടിലുണ്ട്. ഇവർ രണ്ടുപേരും അവിടെ ആഹാരം കഴിക്കുക, തമാശ പറയുക, പാട്ട് പാടുക. കാരണം ഏറ്റവും വലിയ മഹാഭാഗ്യം എന്നുള്ള അവർക്ക് ലഭിച്ചത്, ഞങ്ങൾക്കൊന്നും കിട്ടാത്ത ഒരു മഹാഭാഗ്യം ലഭിച്ചത് ശമ്മാങ്കുടി ശ്രീനിവാസയ്യ സാറിൻ്റെയും അതുപോലെ തന്നെ GN ബാലസുബ്രഹ്മണ്യം സാറിൻ്റെയും കീഴിലാണ് രവിചേട്ടനും എൻ്റെ ചേട്ടനും അഭ്യസിച്ചത്. അന്ന് നിങ്ങളിപ്പോൾ കാണുന്ന രവിചേട്ടനോ നിങ്ങളുടെ ഓർമ്മയിലുള്ള MG രാധാകൃഷ്ണനോ അല്ല. ഇവർ രണ്ടുപേരും അതീവ സുന്ദരന്മാരായിരുന്നു. കാരണം കാണാൻ ഒരുപക്ഷെ അന്ന് അവിടുത്തെ പെൺകുട്ടികളെ ഏറെ കൊതിച്ചിരുന്ന വ്യക്തികളിൽ 2 പേരാണ് പൊൻകുന്നം രവിചേട്ടനും MG രാധാകൃഷ്ണൻ. കാരണം ദേ ആർ ദ ഹീറോസ്. പാട്ടിലാണേലും കാണുന്നതിലാണേലും അതുപോലെ തന്നെ സംസാരത്തിലാണേലും എല്ലാത്തിലും, പഠനത്തിലും അതുപോലെ തന്നെ. കാരണം പഠിച്ചതും ഒരുമിച്ചാണ്. അപ്പോൾ അത്ര ഒരു ആത്മബന്ധമാണ്. കാരണം ഞങ്ങളുടെ വീട്ടിൽ എത്ര പ്രാവശ്യം രവിചേട്ടൻ വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ പല പ്രാവശ്യം ഞങ്ങൾ പൊൻകുന്നത്തും പോയിട്ടുണ്ട്. അതെല്ലാം എൻ്റെ ഓർമ്മകളിൽ തങ്ങി നിൽക്കുന്നൊരു കാര്യമാണ്. ഒരുപക്ഷെ ഞാനൊരു ഇൻ്റർവ്യൂവിൽ എനിക്ക് പറയാൻ സാധിക്കാതെ വന്നത്, അങ്ങനെ ഒരു അവസരം ഉണ്ടാകാത്തതുകൊണ്ടാണ് എനിക്ക് രവിചേട്ടനെക്കുറിച്ച് പരാമർശിക്കാൻ പറ്റാതെ വന്നത്. പക്ഷേ ഇന്ന് രവിചേട്ടൻ നടത്തുന്ന സ്വാതി തിരുനാൾ സംഗീത വിദ്യാലയത്തിൻ്റെ 25ാം വർഷം ആഘോഷങ്ങൾ നടക്കുകയാണ്. അത് പറയുമ്പോൾ തന്നെ എനിക്കൊരു സന്തോഷം. ഏകദേശം 65 വർഷം കഴിഞ്ഞു രവിചേട്ടന് പാടാൻ തുടങ്ങിയിട്ട്. ഇന്നും രവിചേട്ടൻ കച്ചേരി പാടുന്നു. അപ്പോൾ അത് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഒരു സംഗീത തപസ്യ, അല്ലെങ്കിൽ സംഗീതത്തോടുള്ള അത്രയും സംഗീതത്തിനെ അദ്ദേഹം കൊണ്ടു നടക്കുന്നത്, അത് ഒരു അഭിമാനിക്കാൻ പറ്റുന്ന കാര്യമാണ്. അതുപോലെ തന്നെ ഈ സ്കൂളിൽ പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും എൻ്റെ എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ അർപ്പിക്കുകയാണ്. കാരണം നിങ്ങൾക്ക് കിട്ടിയത് ഒരു പാരമ്പര്യത്തിൻ്റെ ഒരു തുടർ കഥയാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. കാരണം GNB സാറിൻ്റെയും ശമ്മാങ്കുടി സാറിൻ്റെയും ശിക്ഷണത്തിൽ അതേ പാഠം, അതായത് ഞങ്ങൾ പറയുന്ന പാഠകം എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു കീർത്തനം രാഗസുധാരസ പാനമു എന്ന് തുടങ്ങുന്നത്, ഇത് എൻ്റെ ചേട്ടനും രവിചേട്ടനും പഠിച്ച് അത് കേട്ടാണ് ഞാനും പഠിച്ചിരിക്കുന്നത്. ഇത് വേറെ പാഠമാണ്. ചിലപ്പോൾ രാഗസുധ, അത് വേറെ പാഠമാണ്. അത് മോശമെന്നല്ല പറയുന്നത്. പക്ഷേ ഈ പാഠത്തിൻ്റെ അത്രയും ഒരു പാഠവും വരത്തില്ല എന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. കാരണം ശമ്മാങ്കുടിയുടെയോ ബാലസുബ്രഹ്മണ്യം സാറിൻ്റെയോ പാഠങ്ങൾ അഭ്യസിച്ച രവിചേട്ടന് അത് നിങ്ങളിലോട്ട് പകർന്നു തരാൻ സാധിക്കുന്നു. അതിലൂടെ നിങ്ങൾക്ക് തലമുറകൾക്ക് കൈമാറാൻ പറ്റുന്ന ഒരു അമൂല്യ നിധിയാണ് നിങ്ങൾക്ക് ഈ സ്വാതി തിരുനാൾ സംഗീത വിദ്യാലയത്തിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും കഴിവിൻ്റെ പരമാവധി നിങ്ങൾ അഭ്യസിക്കുക. കാരണം നമ്മുടെ ഒരു കല നമുക്ക് കൈ കിട്ടുന്ന, അത് എസ്പെഷ്യലി ശാസ്ത്രീയ സംഗീതം ആണെന്നുണ്ടെങ്കിൽ അത് എന്നും നിലനിൽക്കുന്ന ഒരു കാര്യമാണ്. ലളിത സംഗീതം അല്ലെ സിനിമാ പാട്ട് എന്ന് പറയുന്നതിന് ഒരു ലിമിറ്റുണ്ട്. ഒരു 60 വയസ്സ് കഴിയുമ്പോൾ ശബ്ദത്തിന് നിയന്ത്രണം ലഭിക്കാതെ വരികയോ അല്ലെങ്കിൽ ശബ്ദ സൗകുമാര്യം നഷ്ടപ്പെടുകയോ ചെയ്തു കഴിഞ്ഞാൽ അതവിടെ വെച്ച് അവസാനിക്കും. പക്ഷേ സംഗീത കച്ചേരി എന്ന് പറഞ്ഞത് നല്ല കാലപ്രമാണത്തിൽ നല്ല ജ്ഞാനത്തോടു കൂടി നിങ്ങൾ പാടുകയാണെന്നുണ്ടെങ്കിൽ, ഈ കുട്ടികളോടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ പാടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 70 വയസ്സിലും പാടാം. 70 വയസ്സിലും നിങ്ങൾക്കൊരു വരുമാന മാർഗമാണ് അത് എന്ന് മുന്നിൽ കാണുക. മാത്രമല്ല നമ്മൾ വിശ്വസിക്കുന്ന സംഗീത സരസ്വതി എന്ന് നമ്മുടെ കൂടെയുള്ളപ്പം നമ്മളറിയാത്ത ഒരു ഐശ്വര്യം നമ്മളിൽ വന്നു ചേരും. അതുകൊണ്ട്
ഈ സംഗീത തപസ്യയുടെ 65-ാം വാർഷികത്തിന് ഞാൻ രവിചേട്ടന് അദ്ദേഹത്തിൻ്റെ കാലിൽ തൊട്ട് എല്ലാ അനുഗ്രഹങ്ങളും വാങ്ങിച്ച് അദ്ദേഹത്തിന് എല്ലാ നന്മകളും ആയുരാരോഗ്യ സമ്പൽ സമൃദ്ധി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനോടൊപ്പം തന്നെ ഈ 25 വർഷം തികച്ച പൊൻകുന്നത്തെ സ്വാതിരുനാൾ സംഗീത വിദ്യാലയത്തിലെ എല്ലാ വിദ്യാർത്ഥിനികൾക്കും അവിടെ പഠിപ്പിക്കുന്ന എല്ലാ വ്യക്തികൾക്കും എൻ്റെ ആശംസകൾ നേരുന്നു. എല്ലാ നന്മകളും വരട്ടെ. അമ്മേ നാരായണ.